മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ വിമാനത്താവളങ്ങളിലേതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ വിവിധ വ്യോമയാന കമ്പനികളുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് എന്നാണ് കണ്ടെത്തൽ. യുഎസ് സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്ലൗഡ് സ്ട്രൈക്കിന്റേതാണ് ഫാൽക്കൺ സെൻസർ. തകരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ നിർണായകമായ സേവനങ്ങളും തടസ്സപ്പെട്ടു. ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിൽ ഇൻഡിഗോ, ആകാശ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ കമ്പനികളുടെ ചെക്ക് ഇൻ ജോലികൾ താറുമാറായി. ചെക്ക് ഇൻ, ബുക്കിംഗ് സേവനങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് താൽക്കാലികമായി തടസ്സപ്പെട്ടതെന്ന് ആകാശ എയർലൈൻസ് അധികൃതർ പറയുന്നു. യാത്രക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാനുവൽ ചെക്കിംഗ് നടപടികളിലേക്ക് മാറിയിരിക്കുകയാണ് കമ്പനികൾ. മറ്റ് കമ്പനികളും ഉപഭോക്താക്കളോട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ യുഎസ് മേഖലയിലെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് പവർ പ്രൊഡക്ടിവിറ്റി പ്ലാറ്റ്ഫോമായ 365 ഉൾപ്പെടെയാണ് ഈ പ്രശ്നം ബാധിച്ചത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജർമ്മനി, യുഎസ്, യുകെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ നിരവധി ഐടി സംവിധാനങ്ങളെ വെള്ളിയാഴ്ചയുണ്ടായ ഈ സൈബർ തകരാറ് ബാധിച്ചിട്ടുണ്ട്. ബാങ്കുകൾ, വിമാന കമ്പനികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെ സൈബറിടത്തെ തകരാർ മൂലം തടസ്സപ്പെട്ടു. തങ്ങളുടെ ടെലിവിഷൻ സംപ്രേഷണത്തെയും തകരാർ ബാധിച്ചതായി ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകളിലൊന്നായ സ്കൈ ന്യൂസ് അറിയിച്ചു. അല്പസമയം മുമ്പ് തകരാർ പരിഹരിച്ച സ്കൈ ന്യൂസ് തിരികെ സംപ്രേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ ബാങ്കുകൾ, ടെലികോം, മാധ്യമ സ്ഥാപനങ്ങൾ, എയർലൈനുകൾ എന്നിവയെ തകരാർ ബാധിച്ചിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ അറിയിച്ചു. സാങ്കേതിക തകരാർ കാരണം ബെർലിൻ വിമാനത്താവളത്തിലെ എല്ലാ സർവീസുകളും നിർത്തിവെക്കേണ്ടി വന്നു. ന്യൂസിലൻഡ് പാർലമെന്റിനെയും തകരാർ ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ടോക്കിയോയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ജപ്പാനിലെ നരിത വിമാനത്താവളത്തിലെ വിവിധ എയർലൈനുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയം യുഎസിലെ വിവിധ എയർലൈനുകൾ തങ്ങളുടെ വിമാനങ്ങൾക്ക് രാജ്യാന്തര ഗ്രൗണ്ട് സ്റ്റോപ്പ് നൽകുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുണൈറ്റഡ്, ഡെൽറ്റ, അമേരിക്കൻ എയർലൈൻസ് തുടങ്ങിയ എയർലൈനുകളാണ് അവരുടെ വിമാനങ്ങൾക്ക് അടിയന്തര ഗ്ലോബൽ ഗ്രൗണ്ട് സ്റ്റോപ്പ് പുറപ്പെടുവിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.